നിരോധനം തുടങ്ങി 23 ദിവസം പിന്നിട്ടിട്ടും സൗജന്യ റേഷൻ ലഭിക്കാതെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ. സംസ്ഥാനത്ത് ജൂൺ 9 മുതലാണ് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയത്. ട്രോളിംഗ് കാലത്ത് കഴിഞ്ഞ 40 വർഷമായി തുടരുന്ന റേഷൻ വിതരണമാണ് ഇക്കുറി മുടങ്ങിയത്. ട്രോളിംഗ് നിരോധനം ആരംഭിക്കുമ്പോൾ റേഷൻ ലഭിക്കേണ്ടവരുടെ പട്ടിക ഫിഷറീസ് വകുപ്പ് സിവിൽ സപ്ലൈസ് വകുപ്പിന് നൽകും. തുടർന്ന് റേഷൻ കടകൾ മുഖേന വിതരണവും നടത്തും. സൗജന്യ റേഷൻ ആവശ്യമുള്ളവരിൽ നിന്നും ഫിഷറീസ് വകുപ്പ് ജൂൺ 9 മുതൽ ജൂൺ 15 വരെ അപേക്ഷ ക്ഷണിച്ചു. പട്ടിക തയ്യാറാക്കി സിവിൽ സപ്ലൈസ് വകുപ്പിന് കൈമാറാൻ 2 ആഴ്ചയോളം വൈകിയതാണ് പ്രതിസന്ധിക്ക് കാരണം. നിർധന കുടുംബങ്ങൾക്ക് കിലോക്ക് 2 ഉറുപ്പിക കിട്ടുന്ന അരിയുണ്ട്. 25 കിലോ അരി. ആ അരിയാണ് ഈ ട്രോളിംഗ് തൊഴിലാളികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ 50 ഉറുപ്പിൻ്റെ സൗജന്യ അരി പോലും ഇപ്പോൾ ഒരു മാസമാവാനായി ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല. കാരണം മത്സ്യസമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കുന്നത്. അപ്പോൾ ആ മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിൽ സഹകരിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ത്യാഗം ചെയ്യുന്ന സഫർ ചെയ്യുന്നൊരു വിഭാഗം മത്സ്യത്തൊഴിലാളികൾ, അവർക്ക് 40 കൊല്ലം മുമ്പ് പ്രഖ്യാപിച്ച 4 ആഴ്ചത്തെ സൗജന്യ റേഷൻ പോലും കൊടുക്കാൻ വൈമുഖ്യം കാണിക്കുകയാണ്. ട്രോളിംഗ് കാലത്ത് നൽകി വരുന്ന സമ്പാദ്യ ധനസഹായ പദ്ധതിയും ഇത്തവണ വൈകിയിട്ടുണ്ട്. ട്രോളിംഗിന് മുമ്പേ മഴ കനക്കാത്തതും കാലാവസ്ഥാ പ്രതിസന്ധിയും കാരണം ജൂൺ വരെ മത്സ്യലഭ്യതയും കുറവായിരുന്നു. ട്രോളിംഗ് കാലത്തെ സൗജന്യ റേഷനും ധനസഹായവും അടിയന്തരമായി വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട മുഹമ്മദ് റിയാസ് MLA ഫിഷറീസ് വകുപ്പ് മന്ത്രിക്ക് കത്തു നൽകിയിട്ടുണ്ട്. ട്രോളിംഗ് എന്നാൽ മത്സ്യത്തൊഴിലാളികൾക്ക് വറുതിയുടെ മാസമാണ്. അതിനിടയിലാണ് റേഷൻ വിതരണവും താറുമാറായത്. ക്യാമറമാൻ KP ഷൈജുവിനൊപ്പം അനഘ റീച്ചാഭരതൻ, അമൃത ന്യൂസ്, കോഴിക്കോട്.